എന്നിട്ട് കറക്റ്റ് ചെയ്യും. അങ്ങനെയല്ലേ വേണ്ടത്. നമ്മളങ്ങനെ ഒരുപാട് വലിയ എന്താണ് നൂറ്റാണ്ട് കാലത്ത് പഴക്കമുള്ള ഒരു വലിയ നേതാവൊന്നും അല്ലല്ലോ. ചിലപ്പോൾ നമ്മുടെ തെറ്റുകളൊക്കെ ഉണ്ടായി കാണും. തെറ്റുകൾ എല്ലാം മനുഷ്യ സഹജമല്ല തെറ്റുകൾ. നമ്മളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് പോസിറ്റീവായിട്ട് എടുത്താൽ മതി. വി.ഡി. സതീശന്റെ വാക്ക് ശരിയല്ല എന്ന് പറയുമ്പോഴേക്കും ഞാൻ വെള്ളാപ്പള്ളിയുടെ മെക്കിട്ട് കാരണം എന്തിനാ? അദ്ദേഹം എത്ര സീനിയർ ആയിട്ടുള്ള എത്ര പ്രായമുള്ള ഒരാളാണ് അദ്ദേഹം. ഞാനുമായിട്ട് ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. അദ്ദേഹം പറയാണ് സതീശന്റെ നാക്ക് ശരിയല്ല എന്നും പറഞ്ഞാൽ ഞാനല്ല പരിശോധിക്കുന്നത്. എന്നെ വിമർശിക്കാൻ പാടില്ല, ഞാൻ വിമർശനത്തിന് അതീതനാണ് എന്നും പറയാൻ പാടില്ല. ഞാൻ വിമർശിക്കുന്നതല്ലേ. ഏറ്റവും കൂടുതൽ കേരളത്തിൽ ആളുകളെ വിമർശിക്കുന്ന ആരാ? ഏത് പ്രതിപക്ഷ നേതാവെന്നല്ല പ്രതിപക്ഷ നേതാവായിരിക്കും അല്ലേ. അപ്പൊ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഭരണത്തിലിരിക്കുന്ന ആളുകളെയും പാർട്ടികളെയും ഭരണത്തിലിരിക്കുന്ന ആളുകളെയും കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന ആളുകളെയൊക്കെ ഏറ്റവും രൂക്ഷമായി വിമർശിക്കുന്ന ആളാണ് ഞാൻ. ആ പ്രതിപക്ഷ നേതാവിനെ വേറെ ആരും വിമർശിക്കാൻ പാടില്ല. അയ്യേ, അങ്ങനെ ഞാൻ പറയില്ല. ഞാൻ ആരുമായിട്ടും പിണക്കത്തിലില്ല. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, മത നേതാക്കള് സമുദായ നേതാക്കളുമായിട്ട് നല്ല ബന്ധം നമ്മൾ പുലർത്തും. അവർക്കൊരു ആവശ്യം വന്നാൽ ജെന്യുവിനായിട്ടുള്ള ആവശ്യമാണെങ്കിൽ നമ്മൾ അവരുടെ കൂടെ ഉണ്ടാവും. പക്ഷെ നമ്മൾ എടുത്തിരിക്കുന്നത് ഭയങ്കരമായ സെക്യുലർ പൊസിഷനിങ് ആണ്. അല്ല, അതൊക്കെയാണ് നമ്മുടെ സെക്യുലർ പൊസിഷനിങ് ആണ്. ഒരു സമുദായത്തെയും മാറ്റി നിർത്തില്ല, എല്ലാവരും ചേർത്ത് നിർത്തിയിട്ടുള്ള സെക്യുലർ പൊസിഷനാണ്. ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത് റിജക്ഷൻ ഓഫ് റിലീജിയൻ അല്ല, മതനിരാസനമല്ല, മതങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള സമീപനമാണ്. ഞാൻ ആ സെക്യുലർ പൊസിഷൻ എടുത്തിരിക്കുന്നത്. എൻ്റെ പാർട്ടിയുടെ പൊസിഷൻ അതാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പൊസിഷൻ അതാണ്, UDFന്റെ പൊസിഷൻ അതാണ്. നിങ്ങൾ കണ്ടില്ലേ മുനമ്പം വിഷയമൊക്കെ വന്നപ്പോൾ